നമ്മളെല്ലാവരും ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം പറയും ഒന്ന് ബി പി ചെക്ക് ചെയ്യണമെന്ന്. ബി പി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട് എന്ന് പറയും. അപ്പോൾ ആ കുറച്ചധികം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തായാലും മരുന്ന് എഴുതുന്നില്ല, ഇത് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറയും. അതിനുശേഷം ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ മുരിങ്ങയിലയില്ലേ, മുരിങ്ങയില നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബി പി കൂടില്ല. ബി പി ഉള്ളവർക്ക് ബി പി നോർമലായി വരും. അതുപോലെ തന്നെ ചെറുതായി തുടങ്ങുന്ന ബി പി ആണെങ്കിൽ ആ ബി പി കൺട്രോളിലാവും. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് കഴിക്കരുത്, അതുപോലെ തന്നെ ഉപ്പ് തീരെ കഴിക്കരുത് എന്നല്ല, അച്ചാർ, അതുപോലെ പപ്പടം, പിന്നെ മീൻ പൊരിച്ചത്, ഇതൊക്കെ ഒന്ന് കുറക്കണം എന്ന് ഡോക്ടർ തന്നെ പറയും. അതുപോലെ കുറച്ച് പിന്നെ മുരിങ്ങയില കൊണ്ട് തോരനാക്കിയിട്ട് ഡെയിലി കഴിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമായാലും 3 പ്രാവശ്യമായാലും അത് നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ദോശയിലായാലും മറ്റ് ആഹാരത്തിലായാലും ഇപ്പം പരിപ്പൊക്കെ കറി വെക്കുമ്പോൾ മുരിങ്ങയില ഇട്ടിട്ട് കറി വെച്ചാലും അങ്ങനെ കഴിച്ചാലും മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരുവും മുരിങ്ങ ചപ്പും ഇട്ടിട്ട് നമ്മൾ ഈ തോരൻ പോലെ ആക്കാറുണ്ട്. അത് അങ്ങനെയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും മുരിങ്ങയില കൊണ്ട് പലവിധ വിഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബി പി കൂടില്ല എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ബി പി ഒരുപാട് ബി പി ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കണം. അത് ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും ബി പി ഹൈ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ് എടുക്കണം. അത് നമ്മളെ ഇഷ്ടമാണ്, ആയുർവേദം ചെയ്യുന്നതും അലോപ്പതി ചെയ്യുന്നതും ഹോമിയോപ്പതി ചെയ്യുന്നതും. എന്തായാലും മുരിങ്ങയില കൊണ്ട് ഒരുപാട് ഗുണം നമ്മുടെ ശരീരത്തിനുണ്ട്. മുരിങ്ങയില ഇതേപോലെ ഉപയോഗിക്കൂ, ബി പി ഒന്ന് നോർമലാക്കൂ. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യത്തോടുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.